ഹേയ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും മീറ്റിംഗ്സ്, ട്രെയിനിങ് സെഷൻസ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഉണ്ടല്ലോ. അതിൽ സത്യത്തിൽ യഥാർത്ഥ അറ്റൻഡൻസ് കളക്ട് ചെയ്യുന്നതും മാനുവലി മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെയായി ടൈം വെറുതെ നമ്മൾ കളയാറുണ്ട് അല്ലേ? ഇപ്പോൾ ഈ വീഡിയോയിൽ ഗൂഗിൾ ഫോംസ് ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക് അറ്റൻഡൻസ് സിസ്റ്റം എങ്ങനെ സജ്ജമാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറല്ലേ? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ സ്റ്റെപ്പ് ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിൽ വരുന്ന ഗൂഗിൾ ഫോംസ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളിവിടെ ബ്ലാങ്ക് ഫോം എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമ്മളൊരു ടൈറ്റിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് അറ്റൻഡൻസ് ഫോം എന്ന് ടൈപ്പ് ചെയ്യാം. ടൈറ്റിൽ ഇവിടെയും അറ്റൻഡൻസ് ഫോം കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? നെയിം ഓഫ് കാൻഡിഡേറ്റ് എന്ന് കൊടുക്കാം. അത് നമുക്കിവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്നതിന് പകരം ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം. ഇനി നമുക്ക് എന്താ കൊടുക്കേണ്ടത്? അടുത്തത് ഇത് സെലക്ട് ചെയ്തിട്ട് ഇമെയിൽ ഐ ഡിയും കൂടി നമുക്ക് ചോദിക്കാം. ഇമെയിൽ ഐ ഡി കൊടുക്കാം. അതുപോലെ അടുത്ത് ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുക്കുക, അല്ലെങ്കിൽ ആഡ് ചെയ്താലും മതി. എന്നിട്ട് ഇവിടെ ഡേറ്റ് ഓഫ് അറ്റൻഡൻസ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഷോർട്ട് ആൻസറിന് പകരം താഴോട്ട് ഡേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതൊക്കെ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം, റിക്വയർഡ് എന്നത് ക്ലിക്ക് ചെയ്യാം. റിക്വയർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗൂഗിൾ ഫോം അയച്ചു കൊടുക്കുന്നവരെ ഫില്ല് ചെയ്യുമ്പോൾ ഈ ഒരു ഡാറ്റ മസ്റ്റായിട്ടും അടിച്ചിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇനി ഈ ഒരു ഫോം നിങ്ങൾക്ക് വേണ്ട പോലെ കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ നമുക്ക് ഹെഡറിൻ്റെ ഫോണ്ട് മാറ്റാം, ടെക്സ്റ്റ് മാറ്റാം, അതുപോലെ കളറ് മാറ്റാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. എപ്പോഴും സിമ്പിളാക്കി വെക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ ഇതൊരാൾക്ക് ഷെയർ ചെയ്യുമ്പം ഒരു യൂസർക്ക് ഒറ്റ പ്രാവശ്യമേ നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? സെറ്റിങ്സ് എടുക്കാം. അതിൽ റെസ്പോൺസസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ താഴോട്ട് ലിമിറ്റ് ടു 1 റെസ്പോൺസ്. കാരണം ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് 2 or 3 അറ്റൻഡൻസ് കൊടുക്കാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക, കാരണം ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്നത് ഓൺ ആക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻസായി ഇതിൻ്റെ സെറ്റിങ്സും കൊടുത്തു, തീം മാറ്റി. ഇനി നമ്മൾ ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു ഗൂഗിൾ ഫോം പബ്ലിഷ് ചെയ്യാം. എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് കൊടുക്കുക. ഇവിടെ പബ്ലിഷ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ഗൂഗിൾ ഫോം പബ്ലിഷായി. ഇനി ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. വേണമെങ്കിൽ ഈ ലിങ്ക് നമുക്ക് ഷോർട്ടൺ ചെയ്യാം URL. എന്നിട്ട് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മുടെ കാൻഡിഡേറ്റ്സിന് അയച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മീറ്റിങ്ങിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഈ ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ അവർ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഈ ലിങ്ക് ഒന്ന് ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും അവർക്ക് കിട്ടുക. അപ്പം പേരടിക്കുകയാണ്, ഓഫീസ് ഗുരുകുലം എന്ന് അടിച്ചു. ഇമെയിൽ ഐ ഡി അടിക്കുകയാണ്, ഓഫീസ് ഗുരുകുലം OGYC@gmail.com എന്ന് ടൈപ്പ് ചെയ്തു. ഡേറ്റ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ അറ്റൻഡൻസ് ചെയ്യാൻ ആ കാൻഡിഡേറ്റ്സിന് ചെയ്യേണ്ടത്. ഇനി മൊത്തം എത്ര അറ്റൻഡൻസ് ആയി എന്ന് എങ്ങനെ നോക്കാം? നമ്മൾ ഈ ഒരു ഗൂഗിൾ ഫോമിൻ്റെ സ്ക്രീനിലേക്ക് വരാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ റെസ്പോൺസ് എന്ന ഭാഗം കാണാം. ഈ റെസ്പോൺസിൽ ആരെങ്കിലും ഒരു അറ്റൻഡൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റെസ്പോൺസിൽ അത് വരും. അപ്പോൾ ആരാണ് കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇപ്പോൾ മൊത്തം സമ്മറി ആയിട്ട് കാണാം എത്ര കാൻഡിഡേറ്റ് ഉണ്ട്. ഇപ്പോൾ 1 റെസ്പോൺസാണ് ഇവിടെ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആ റെസ്പോൺസ് അതിനനുസരിച്ച് വരും. അതുപോലെ ക്വസ്റ്റ്യൻ വൈസ് ഓരോ കാൻഡിഡേറ്റ് വൈസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോമിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് എല്ലാവരുടെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ റെസ്പോൺസൊക്കെ നമുക്കിവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് റെസ്പോൺസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നമ്മളുടെ ഒരു CSV ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സൽ ഫയലിൽ ഡീറ്റെയിൽസ് വന്നതായിട്ട് കാണാം. ഇതുപോലെ എത്ര ആൾക്കാരുണ്ടോ ആ മൊത്തം ഡീറ്റെയിൽസ് അറ്റൻഡൻസ് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെയിം ഓഫ് കാൻഡിഡേറ്റും ഇമെയിൽ ഐ ഡിയും മാത്രമാണ് കൊടുത്തത്. ആ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തുനിന്ന് ഫോൺ നമ്പർ വാങ്ങണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോമിൽ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പ്രാക്ടിക്കൽ ടിപ്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളുടെ ടീമിന് ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്